'എക്കോ' എന്ന് പറഞ്ഞ പടം കണ്ടു. കിടിലം പടം. വാട്ട് എ മൂവി മാൻ! വാട്ട് എ റൈറ്റിംഗ്! എക്സെപ്ഷണൽ റൈറ്റിംഗ്. നല്ല വെടിപ്പ് ആൻഡ് നീറ്റായിട്ട് എഴുതിയിട്ടുള്ള റൈറ്റിംഗ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മൂവി ദാറ്റ് ഹോൾഡ്സ് യു ബാക്ക് ടു ദി സീറ്റ്. നമ്മളവിടെ ഇരുത്തും തിയേറ്ററിനകത്ത് തന്നെ. എന്തെന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഒന്ന് ഒന്ന് കിളിപാറി ഇരിക്കില്ലേ പടം കഴിയുമ്പോൾ. നമ്മൾ തിരിച്ച് ഞാനിപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഫുൾ ഈ പടം തന്നെ നമ്മുടെ മൈൻഡിലുണ്ടാവുള്ളൂ. നമുക്ക് ഇതിലെ കഥ നമ്മളൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കും. മൾട്ടിപ്പിൾ വാച്ച് നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഈ പടത്തിനുള്ളത്. ഗംഭീരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. നമ്മുടെ കിഷ്കിന്താകാണ്ടത്തിൻ്റെ മേക്കേഴ്സാണ്. നമ്മൾ കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2 കണ്ടു. ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു അനിമൽ ട്രിലോളജി എന്ന് പറയില്ല, ആ രീതിക്കാണ് ഇതിൻ്റെ മേക്കേഴ്സ് ഇത് ഒരുക്കിയിട്ടുള്ളത്. സിനിമയായിട്ട് മറ്റ് സിനിമകളായിട്ടും മറ്റ് ആ സീരീസുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ജസ്റ്റ് ഒരു 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 അനിമൽ ബേസ്ഡ് മൂവി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ ആ ഒരു റൈറ്റിംഗ് ഈസ് സോ ഗുഡ്. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ് ഇതിൽ വന്നു പോകുന്നത്. ഈ സിനിമയിൽ ഈച്ച് ആൻഡ് എവരി ആസ്പെക്റ്റ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ക്യാരക്ടേഴ്സും അനാവശ്യമായിട്ട് വിടാതെ എല്ലാവർക്കും അവരവരുടേതായ പർപ്പസ് കൊടുത്ത് നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാം. ഒരുപാട് വലിയ കാസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ വെറുതെ വലിഞ്ഞു കയറി വന്നവരല്ല. അവർക്കൊക്കെ ഒരു റോളുണ്ട്. ആ റോളൊക്കെ തന്നെ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഒരു മിസ്റ്ററി ഫീൽഡ് സാധനമാണ്. അതിൻ്റെ മിസ്റ്ററി ഇങ്ങനെ അഴിക്കുക, അൺവീൽ ചെയ്യുന്നത് ഓരോ ക്യാരക്ടേഴ്സിലൂടെ ആയിരിക്കും. സോ അതിങ്ങനെ പോയി, 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 പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതിങ്ങനെ ഫുള്ളി അൺവീൽ ചെയ്ത് ആ ക്യാരക്ടേഴ്സ് തമ്മിൽ ഇത് മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് അവർ അവർ പ്രതികരിക്കുകയും ചെയ്യുന്നത് നമ്മൾ പല സിനിമകളിലും കാണാറുണ്ട്. മിക്ക സിനിമകളിലും ഇപ്പോൾ വരുന്ന മിക്ക സിനിമകളിലെയും പ്രശ്നം ആ ക്യാരക്ടേഴ്സ് അത് മനസ്സിലാക്കിയെടുത്ത് അവരുടെ ആ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് മറ്റേ ഞാൻ ഈ പടത്തിൻ്റെ അല്ല കേട്ടോ, ബാക്കിയുള്ള പടങ്ങളിലൊക്കെ ഈ മറ്റേ തട്ടമ്മിനാടിലെ സുരാജേട്ടൻ്റെ ആ ഒരു മീമുണ്ടല്ലോ, ഇങ്ങനെ ആ ആ സാധനമാണ്. കാരണം ഇത് നമ്മൾ നേരത്തെ പ്രഡിക്റ്റ് ചെയ്തു. നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്നത്. ഇവരവിടേക്ക് എത്തിയാൽ മതി എന്നായിരിക്കും നമ്മൾ പല സിനിമകളിലും വിചാരിക്കുക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. നമ്മൾ തീർത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു 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 നറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് സിനിമയെ മൊത്തത്തിൽ നമ്മൾ റിവൈൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണണം. ഒരു സിനിമ ഒന്നും കൂടി കണ്ടാൽ ഒരു ഒരു വ്യക്തത കിട്ടും എന്നുള്ള രീതിയിൽ സിനിമ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈസ്റ്റർ എഗ് പോലെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടാണ് ഈ സിനിമ മുഴുവൻ നീങ്ങുക. സോ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഈ സിനിമ കാണണം. അനാവശ്യമായിട്ടുള്ള ഒരു സീനുകളില്ലാതെ എന്താണ് സിനിമയുടെ ആ ഒരു പർപ്പസ് അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച്, എന്നാൽ ആ സീക്വൻസുകളൊക്കെ തന്നെ ഭയങ്കര എൻജോയബിൾ ആയ, ഭയങ്കര പ്ലീസിങ് ആയ രീതിയിലാണ്. ഭയങ്കര ഒരു ഒരു ഗ്രീനറി ഇല്ലേ ഒരു പടത്തിന്. ആ ഭയങ്കര നല്ല രസത്തിലാണ് ഒരു 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 അതിൻ്റെ ടെറൈനും ഒരു മലയും ഒരു ഒരു കർണാടക കേരള ബോർഡറിലുള്ള ഒരു മല അതിൽ ചുറ്റിപ്പറ്റിയുള്ള അങ്ങനത്തെ ഒരു ഒരു ഏരിയയിലാണ് ഇതിൻ്റെ കഥ മുഴുവൻ നടക്കുന്നത്. സോ മൊത്തത്തിൽ ആ ഒരു നേച്ചറുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ഒരു ടെറൈനാണ് സിനിമയിൽ മൊത്തം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാനും ഭയങ്കര ഫ്രഷാണ്. പിന്നെ ഈ സ്റ്റോറി ലൈനും ഇങ്ങനെ പോകുന്നുണ്ട്. ക്യാരക്ടേഴ്സും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഒരു തറോലി എൻജോയബിൾ ആയ ഒരു 2 മണിക്കൂർ മാത്രം റൺ ടൈമുള്ള ആ 2 മണിക്കൂറിൽ നല്ല നീറ്റായിട്ട് വെടിപ്പായി പറയേണ്ട കാര്യം പറഞ്ഞു തീർത്ത നല്ലൊരു വാച്ചായിരുന്നു എന്നെ സംബന്ധിച്ച് 'എക്കോ' എന്ന പടം. ഞാൻ വെറുതെ നോർമൽ പടം എന്ന രീതിയിലാണ് ഈ സിനിമ കണ്ടത്. അല്ലാണ്ട് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിസ് വാസ് അല്ലെങ്കിൽ ദിസ് ഹാസ് ബീൻ വൺ ഓഫ് മൈ ഫേവറൈറ്റ് മൂവി ഓഫ് ദിസ് ഇയർ മലയാളത്തിൽ നിന്ന്. കാരണം ഇതിൻ്റെ ആ ഒരു റൈറ്റിംഗ് കാരണം എന്നെ ഭയങ്കരധികം ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു അത്. ഞാൻ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചാലോചിക്കുമ്പോഴാണ് കുറേ സാധനങ്ങൾ നമുക്കിന്ന് കണക്ഷൻ കിട്ടുക. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടന്നതെന്നുള്ളത്. സോ ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ വൺ ലൈനോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ഏതാണെന്ന് ഒന്നും അറിയാതെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തന്നെ പോണം. സിനിമ എന്ന് പറഞ്ഞൊന്നുമില്ല. ഒരു ഒരു മിസ്റ്ററി ഫീൽഡ് ആയിട്ടാണ്. കുരിയച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇതിൻ്റെ ടാഗ് ലൈനിൽ തന്നെ ഉണ്ട്. എക്കോ എന്ന് കൊടുത്തതിൻ്റെ താഴെ തന്നെ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് അല്ലെങ്കിൽ എന്താ ക്രോണിക്കിൾസ് ഓഫ് കുരിയച്ചൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ കുരിയച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ കുറേ മിസ്റ്ററീസ് ഉണ്ട്. ആളെ ആളെ പറ്റിയിട്ട് കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. സോ അങ്ങനെ ആളെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമ മുഴുവൻ. അതെവിടെ പോയി അവസാനിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരിക. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്, സോ ഗുഡ്, സോ റൈറ്റിംഗ് ഈസ് സോ ഗുഡ്, മേക്കിങ്ങും അടിപൊളിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും എല്ലാം തന്നെ പെർഫോമൻസും ലെവല് സാധനം. എടുത്തു പറയത്തക്ക ഇന്ന ആളെന്നല്ല, വന്നു പോയിട്ടുള്ള എല്ലാവരും ഓരോരുത്തർക്കും ഓരോ പർപ്പസ് കൊടുത്തിട്ടുണ്ട്. അതവർ വെടിപ്പായി നീറ്റായിട്ട് ആ റോളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം എവരിത്തിങ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിൻ്റെ റൈറ്റിംഗ് അതിൻ്റെ ആ ഒരു അവിടെ കൊണ്ട് നിർത്തിയ ആ ഒരു പോക്കും ദെൻ ഒരു വട്ടം കൂടി നമുക്ക് മൾട്ടിപ്പിൾ വാച്ചിന് ഒതുക്കുന്ന രീതിയിലുള്ള ആ ഒരു എൻഡിങ്ങും ഇതൊക്കെയാണ് എന്നെ സിനിമയെ ഭയങ്കരധികം ഹുക്ക് ചെയ്യിപ്പിച്ചത്. സോ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടുനോക്കുക. ഇങ്ങനത്തെ നല്ല സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ കണ്ടുനോക്കുക. അല്ലാതെ വെറുതെ ഈ PR വർക്ക് വെച്ച് അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ്, ബ്ലോക്ക് ബസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇറങ്ങി അന്ന് തന്നെ സക്സസ് സെലിബ്രേഷൻ നടത്തുന്ന സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് പിന്നെ മഷിയില്ല ആ പടത്തങ്ങളിലൊന്നും. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ഇത് ദിസ് ഈസ് പ്യൂർ ആർട്ട്.
ആ ആർട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കൊണ്ടുപോകുക. ഒരു നല്ല വാച്ച് തന്നെയായിരിക്കും. നമ്മളിപ്പോ ഈ പുറത്തുള്ള നമ്മളിപ്പോ ഈ കൊറിയൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മിസ്റ്ററി ഡ്രാമ സിനിമകളൊക്കെ നമ്മൾ കാണാറില്ലേ? ആ രീതിയില് അതേ പാറ്റേണിലുള്ളൊരു പടമാണ്. സോ എക്കോ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.